ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു INZA വൈബ്സ്. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ്ങിൽ കാണിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നൂല് കോർത്തതിന് ശേഷം ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം ചെറിയൊരു ഡിസ്റ്റൻസ് കൊടുക്കുക. നമുക്ക് ഡിസ്റ്റൻസ് വേണ്ടതിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. പഠിക്കുന്ന സമയത്ത് ഇത്രയൊക്കെ ഡിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് കുത്തുക. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുത്തി പുറത്തേക്ക് എടുക്കുക. ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ആദ്യം കുത്തിയിരുന്ന അതേ ഹോൾസിലൂടെ തന്നെ താഴേക്ക് എടുക്കുക. ഇതിന് ബാക്ക് സ്റ്റിച്ച് എന്ന് വരാൻ തന്നെ കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ബാക്കോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാ കണ്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെയാണ് വലിച്ചെടുത്തിട്ട് എന്നിട്ട് മറ്റേ മുന്നേ ചെയ്തതിൻ്റെ ഹോൾസിലൂടെ താഴേക്ക് എടുക്കുക. അങ്ങനെ ബാക്കിലേക്ക് ചെയ്യുന്നത് കാരണമാണ് ഇതിന് ബാക്ക് സ്റ്റിച്ച് എന്ന് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് ആ സ്റ്റിച്ചിങ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റിച്ചിങ്ങിനെയാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഈ അധിക ഡിസൈനുകളിൽ നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു വർക്കാണിത്. സ്റ്റെമ്മിൻ്റെ ആവശ്യത്തിനും അധികം പ്ലെയിനായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നതിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് ഫില്ല് ചെയ്ത് പോണ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കോട്ട് കുത്തി കൊടുക്കുക. ആദ്യം കുത്തിയതിൻ്റെ അതേ ഹോൾസിലൂടെയാണ് ബാക്കിലേക്ക് നമ്മൾ കുത്തുമ്പോൾ ചെയ്യേണ്ടത്. മുന്നേ കുത്തി എടുത്ത ആ ഒരു ഹോൾസിലൂടെ കണ്ടോ, ഈ ഒരു ഹോൾസിലൂടെയാണ് കുത്തി പുറത്തേക്ക് എടുക്കേണ്ടത്. ഈ ഒരു സ്റ്റിച്ചിനെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ചിങ്ങിൽ ചെയിൻ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സ്റ്റിച്ചുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ തന്നെ ബീഡ്സിൻ്റെതും അങ്ങനെ പല സ്റ്റിച്ചസും ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്റ്റിച്ചസ് അറിയാത്തതുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങളിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.